ഡെലിവറി വ്ളോഗ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഏറ്റവും അധികം കണ്ട കമൻ്റ് ആയിരുന്നു, പ്രസവ വീഡിയോ ഇനി ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കും, ട്രെൻഡ് പിടിച്ച് ചെയ്തതാണല്ലോ അല്ലേ, ഇനിയിപ്പോൾ വീണയും കൂടെ ഉണ്ടായിരുന്നല്ലോ അതുമായി എന്നുള്ളത്. ഇതൊരു ട്രെൻഡ് ആക്കണമെന്നൊന്നും വിചാരിച്ചല്ല ഒരാളും ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനെന്നല്ല, എനിക്ക് മുൻപ് ചെയ്തിട്ടുള്ള വളരെ എന്താ പറയുക, വളരെ ട്രെൻഡിങ് ആയി മാറിയ വീഡിയോസ് ആണെങ്കിൽ പോലും ഇവരാരും ഇത് ട്രെൻഡ് ആക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ആ പ്രോസസ്സിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കമൻ്റ് ഇടുന്നവർക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇനി ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു പ്രഗ്നൻസി ജേർണിയിലൂടെ കടന്നു പോകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാം. അപ്പം ഈ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് പ്രസവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു നൈറ്റ്മെയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്, ചേച്ചി ഇപ്പോൾ ഞാൻ 6ാമത്തെ മാസമാണ്, 8ാമത്തെ മാസമാണ്, ഭയങ്കര പേടിയാണ്, ഇത് കണ്ടപ്പോഴത്തേക്കും ചേച്ചി എത്ര ചിരിച്ചുകൊണ്ടാണ് ഡെലിവറി റൂമിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ടെൻഷൻ ഒഴിവാക്കി ഇതിനെ ഇങ്ങനെയും നേരിടാം. പ്രസവം എന്ന് പറയുന്നത് ഇത്രമാത്രം പേടിച്ച് വിറച്ച് കരഞ്ഞ് പോകേണ്ടതില്ല. കാരണം ഒരു സൂചി കണ്ടാൽ കരയുന്ന എനിക്ക് ഇത്രയും ചിരിച്ചുകൊണ്ട് ഡെലിവറി റൂമിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും എന്നുള്ള ആ ഒരു റിയാലിറ്റീനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ട്രെൻഡ് ആക്കണമെന്നോ അല്ലെങ്കിൽ അത് യൂട്യൂബിലിട്ട് കുറേ പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല.